നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും രാജ്യത്ത് അതിക്രൂരമായ ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത്. അതിക്രൂരമായി ഒരു ഡോക്ടറെയാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ബംഗാളിലെ സർക്കാർ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ PG വിദ്യാർത്ഥിയായ വനിതാ ഡോക്ടറുടെ അർദ്ധനഗ്ന മൃതദേഹം കണ്ടെത്തി. ലൈംഗികമായി അതിക്രമിക്കപ്പെട്ട ശേഷം കൊലപ്പെടുത്തിയതാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. RG കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗത്തിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട 28-കാരി. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ശരീരത്തിൽ ഒന്നിലധികം മുറിവുകളുണ്ട്. മുഖത്തും വയറുകളിലും ഇടം കണ്ണങ്കാലിലും കഴുത്തിലും വലത് മോതിരവിരലിലും ചുണ്ടിലും മുറിവുകളുണ്ട്. സ്വകാര്യ ഭാഗങ്ങളിലും വായിലും കണ്ണുകളിലും രക്തത്തിന്റെ പാടുകളുണ്ട്. കഴുത്തിലെ എല്ലൊടിഞ്ഞതിനാൽ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 3-നും 6-നും ഇടയിലാണ് സംഭവം. എന്റെ മകളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അവൾ പോയി. ഞങ്ങൾക്ക് അവളെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. കുറഞ്ഞ പക്ഷം നമുക്കെങ്കിലും നീതി ലഭിക്കണം. ഞങ്ങൾ അവളോട് അവസാനമായി സംസാരിച്ചത് വ്യാഴാഴ്ച രാത്രി 11 മണിക്കാണെന്നാണ് ഇരയുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. കണ്ണട പൊട്ടി മകളെ അർദ്ധനഗ്നയായി നിലയിലാണ് കണ്ടെത്തിയതെന്നാണ് ഇരയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി ഇരയുടെ മാതാപിതാക്കളെ വിളിച്ച് പക്ഷപാതരഹിതമായ അന്വേഷണം നടത്തുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി വനിതാ ഡോക്ടർക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അവൾ അവളുടെ ജൂനിയേഴ്സിനൊപ്പം അത്താഴം കഴിച്ചു. കുറച്ച് വിശ്രമിക്കാൻ പ്രത്യേക മുറിയില്ലാത്തതിനാൽ അവൾ സെമിനാർ മുറിയിലേക്ക് പോവുകയായിരുന്നു. അത്യാഹിത വിഭാഗ കെട്ടിടത്തിന്റെ 4ാം നിലയിലാണ് സെമിനാർ ഹാള്. ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് മൃതദേഹം ആദ്യം കണ്ടത്. അവളുടെ ലാപ്ടോപ്പും ബാഗ് മൊബൈലും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഡോക്ടർ പറഞ്ഞു. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതുകൂടാതെ ഉത്തർപ്രദേശിലെ ബറേലിക്ക് ചുറ്റുമുള്ള ശാന്തമായ ഗ്രാമങ്ങളിൽ കഴിഞ്ഞ 1 വർഷമായി ഭയമാണ് ഇരുണ്ടുകൂടിയിരുന്നത്. കാരണം വയലിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയോ വനപ്രദേശങ്ങളിലേക്ക് പോവുകയോ ചെയ്യുന്ന സ്ത്രീകൾ അപ്രത്യക്ഷരാകുന്ന വാർത്തകൾ വന്നിരുന്നു. പിന്നീട് അവരുടെ ശരീരം കഴുത്ത് ഞെരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. 13 മാസത്തിനിടെ 42-നും 60-നും ഇടയിൽ പ്രായമുള്ള 9 സ്ത്രീകളാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ അവിടെ കൊല്ലപ്പെട്ടത്. ഒടുവിൽ ക്രൂര കൊലപാതകം നടത്തിയ കുറ്റവാളിയെ പോലീസ് കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത്. 38-കാരനായ കുൽദീപ് കുമാർ ഗംഗാവാറിനെയാണ് ഉത്തർപ്രദേശ് പോലീസ് പിടികൂടിയത്. 2023 ജൂണിനും 2024 ജൂലൈക്കും ഇടയിലാണ് ബറേലിക്ക് സമീപമുള്ള ഗ്രാമങ്ങളിൽ ഈ ഒരു കൊലപാതകങ്ങൾ നടന്നത്. ലൈംഗിക താല്പര്യത്തിനായാണ് കുൽദീപ് സ്ത്രീകളെ സമീപിച്ചിരുന്നത്. തന്റെ താല്പര്യം നിഷേധിക്കുകയോ എതിർപ്പ് രേഖപ്പെടുത്തുകയോ ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരെ ഇയാൾ അക്രമാസക്തനാവുകയും കഴുത്ത് ഞെരിച്ച് കൊല്ലുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇരകൾ ആരും ലൈംഗിക അതിക്രമം നേരിട്ടുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല. അതിനു മുൻപേ കൊലപാതകം നടന്നതാണ് കാരണം.